ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജ്വല്ലറി മേക്കിങ്ങിന്റെ അടുത്തൊരു സീരീസ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പ്രാവശ്യത്തെ ജ്വല്ലറി എന്ന് പറയുന്നതാണ്ട് ഞാൻ കഴുത്തിലിട്ടിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. കുറച്ചും കൂടെ ഞാൻ അപ്പം അതിൻ്റെ കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പെയർ ഓഫ് കമ്മലും ഞാൻ അതിൻ്റെ കൂടെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ മാല എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി ഇതുപോലുള്ള ചാംസ് മേടിക്കാനായിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പ്രൈസ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ തിരക്കിയ ടൈമിൽ 100 രൂപയ്ക്ക് മുകളിൽ 100 റുപ്പീസിന് മുകളിലാണ് പെർ പീസ് ഇതിന് റേറ്റ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം എന്ന് കരുതി. അപ്പം അങ്ങനെ ഞാൻ ചെയ്തതാണ്. അപ്പം ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. ബട്ട് എനിക്കത് ഓൾറെഡി ഞാൻ ഈ മാല ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നാളായി. ബട്ട് എനിക്കത് കറക്റ്റ് ടൈമിന് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഞാൻ ചെയ്യണത്. സോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെയാണ് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ബ്ലൂ കളറായിരുന്നു കുന്തൻ സ്റ്റോൺസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബ്ലൂ കളറിലേക്ക് ഞാൻ ഈ ഒരു നമ്മുടെ ഗോൾഡൻ സ്റ്റോൺ ചെയിൻ കിട്ടും. അപ്പം ഞാൻ ഈ ഗോൾഡൻ സ്റ്റോൺ ചെയിൻ ആണ് യൂസ് ചെയ്യണത്. ബട്ട് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഭംഗി വൈറ്റ് സ്റ്റോൺ ചെയിൻ വരുമ്പോഴാണ്. പക്ഷെ എൻ്റെ കയ്യിൽ അന്നേരം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ കളറാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ് കേട്ടോ, കുറച്ചും കൂടെ എടുത്തറിയും. ബട്ട് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് തന്നെ നോക്കി എന്ത് ലുക്കാണ്, നല്ല എലഗൻ്റ് ആയിട്ട് നിൽക്കുന്നില്ലേ. അപ്പം ഇതുണ്ടാക്കാനായിട്ട് വലിയ താമസമോ അല്ലെങ്കിൽ ഭയങ്കര പാടോ അല്ലെങ്കിൽ ഇതുണ്ടാക്കാനായിട്ട് കുറേ ടൈം നമുക്ക് സ്പെൻഡ് ഒന്നും ചെയ്യേണ്ട. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വെയർ ചെയ്യാനും സിമ്പിളായിട്ട് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ടൈം കളയേണ്ട, നേരെ പോയി നോക്കിക്കുക എങ്ങനെയാണ് വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കുന്തൻ സ്റ്റോണിൻ്റെ ഈ ഒരു ഡ്രോപ്പ് ഷേപ്പിലുള്ള ബ്ലൂ കളറിലുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ലോക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഗോൾഡൻ കളറിലുള്ള സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വൈറ്റ് കളർ അവൈലബിൾ ആണെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഇതുപോലത്തെ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഐപിൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷ് ലോക്കും എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചാമ ഉണ്ടാക്കാനായിട്ട് ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇതുപോലത്തുള്ള ഗ്ലാസ് ഷീറ്റാണ്. ഈ ഗ്ലാസ് ഷീറ്റിന് അറൗണ്ട് ഒരു 5 റുപ്പീസ് പെർ പീസിന് വരത്തുള്ളൂ. അതിൻ്റെ ഏതാണ്ട് സൈസ് എന്ന് പറയുന്നത് A4 ഷീറ്റ് സൈസാണ് കേട്ടോ. അപ്പം അത് ഞാൻ ഓൾറെഡി എടുത്തിട്ട് ഓൾമോസ്റ്റ് പാതിയോളം ആയ ആ ഒരു പീസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ വർക്ക് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഗോൾഡൻ്റെ ആ ഒരു സ്റ്റോൺ ചെയിൻ എടുത്തിട്ട് എത്ര പീസാണോ വേണ്ടത് അത്രയും പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും പണി. അപ്പം ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 11 പീസ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന 3 ചാംസാണ്. അപ്പം ആ 3 ചാംസിന് വേണ്ടുന്ന 3 സെറ്റിൽ 11 പീസുള്ള ആ ഒരു ചെയിൻ കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും കട്ട് ചെയ്തെടുക്കാനായിട്ട് നിൽക്കണ്ട, ആ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് B7000 ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗം. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ യൂസ് ചെയ്യുന്ന സെയിം ഗമ്മാണ്. നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ഇളകി പോവില്ല, പെട്ടെന്ന് നല്ല ഇളകിയേ പോവില്ല. അതിനുശേഷം നമുക്ക് ഈ ചാംസിൻ്റെ ഈ ഒരു കുന്തൻ സ്റ്റോൺ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ അതൊന്ന് ഷേപ്പിന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ഈ ഒരു B7000 ഗം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് ആവുന്നൊരു ടൈപ്പാണ്. അപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് മാറ്റുന്നതായിരിക്കും ബെറ്റർ. അപ്പം അതുകൊണ്ട് തന്നെ ഷേപ്പിൽ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനിത് എല്ലാം ഒട്ടിച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്നൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് നമുക്ക് മാറ്റി കുറച്ച് നേരത്തേക്ക് വെക്കാം. എന്നിട്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഞാൻ മുന്നേ ചെയ്ത് വെച്ചിരുന്ന സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ബേസ് ഷീറ്റിൻ്റെ സൈഡെല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു മാലയുടെ ഇപ്പം ഞാനൊരു ഡ്രോപ്പ് ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് ഈ പീസസ് എല്ലാം എടുക്കണം. അപ്പോൾ അതെടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബേസ് ഷീറ്റ് നല്ല രീതിയിൽ സൈഡ് നല്ല രീതിയിൽ ഫിനിഷിങ് വരുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഐപിൻ എടുക്കുന്നുണ്ട്. ഈ ഐപിൻ എടുക്കുന്നത് വേറൊന്നിനുമല്ല, നമ്മളിപ്പോൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ആ ഒരു ഷേപ്പിലുള്ള ആ ഒരു ചാംസ് നമ്മുടെ ഗിയർ വയറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം
ഈ ഐ പിന്നിൻ്റെ ആ റൗണ്ടിലുള്ള പോർഷനിലൂടെ നമുക്ക് ഗിയർ വയർ കുരുക്കാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഐ പിൻ്റെ സൈസ് അത്യാവശ്യം നല്ല നീളമുള്ള പിന്നാണ്. അപ്പം അത് നമ്മുടെ ആ ഒരു ഷേപ്പിന് വേണ്ടുന്ന രീതിയിൽ അതിൻ്റെ ലെങ്തിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം B7000 ഈ ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അത് ചെയ്ത് കൊടുത്തിട്ട് അത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ മാറ്റി വെക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ഇതുപോലെ മുന്നേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ദാണ്ട് ഇങ്ങനെയായിരിക്കും ആ ഒരു സംഭവത്തിൻ്റെ ലുക്കെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ദാണ്ട് ഈ ഒരു ഹോൾ വരെ കൊഴിക്കാനായിട്ട് ഈസി ആയിരിക്കും. നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും, അത് ഇളകി ഒന്നും പോകത്തില്ല. അപ്പം അതിനുശേഷം നമ്മുടെ കഴുത്തിൻ്റെ അളവിന് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഗോൾഡൻ ബീഡ്സ് ആണ് ഇതിൻ്റെ കൂടെ പെയറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ആ ഒരു ചാംസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഗോൾഡൻ ബീഡ്സ് രണ്ട് സൈഡിലും ഓരോ പീസ് വീതം വെച്ച് ഇട്ട് കൊടുക്കാം. അത് കറക്റ്റ് സൈസിന് പിടിച്ച് വെച്ചതിന് ശേഷം ഗിയർ ലോക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഗിയർ ലോക്ക് കൊടുത്തതിന് ശേഷം ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു ഒറ്റ പീസായിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഇപ്പം നമുക്ക് സാരിക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ കുറച്ച് കഴുത്തെടുത്തറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചെങ്കിൽ എന്നാൽ പിന്നെ ഒരു 3 പീസ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പം നമുക്ക് എത്രയാണോ അതിൻ്റെ അളവ് നീട്ടി വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിന് എടുത്തതിന് ശേഷം വീണ്ടും സെയിം പ്രോസസ്സിങ് തന്നെ ഈ ഒരു ഗോൾഡൻ കളറുള്ള ബീഡ്സ് ഇടുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ചാംസ് ഇട്ട് കൊടുക്കുക, വീണ്ടും ബീഡ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. എനിക്ക് അറിയാനായിട്ട് പറ്റിയില്ലായിരുന്നു. ഞാൻ മെഷർമെൻറ്റ് കറക്റ്റ് രീതിയിൽ തന്നെയൊക്കെയായിരുന്നു എടുത്തത്. ബട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്തോ എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ അതിൻ്റെ മെഷർമെൻറ്റ് കുറച്ചൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ലാസ്റ്റാണ് മാലയുടെ ആ ഒരു ഫൈനൽ ലുക്ക് വന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് മാലയുടെ മെഷർമെൻറ്റിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ആ 3 മാല ഇരിക്കുന്നത് 3 സൈസായിട്ടാണ് ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നത്. പിന്നെ കുഴപ്പമില്ല, ഞാനല്ലേ ഇടുന്നതെന്ന് കരുതി പിന്നെ ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഭയങ്കര വൃത്തികേടൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. ബട്ട് ചെറിയൊരു മെഷർമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നു. പിന്നെ ഞാൻ കരുതി എന്നാൽ വീഡിയോ കഴിഞ്ഞിട്ട് അഴിച്ച് ചെയ്യാമെന്ന് കരുതി. അപ്പം നമ്മുടെ മാലയുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് അതിൻ്റെ ബാലൻസ് ബാക്കി ചെയ്യാനുണ്ട്. ഈ ഒരു ലുക്ക് ഇതാണ്ടോ ഈ ഒരു സൈസിലോട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളായിരുന്നു. അപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മാലയ്ക്ക് നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കണം, ബാക്കിൽ ഹൂക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഹൂക്കിനായിട്ട് എടുത്തിരിക്കുന്നത് ഫിഷ് ഹൂക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഞാൻ ചെറിയൊരു നമ്മൾ സാധാരണ അവിടെ റിങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ റിങ് ചെയ്തില്ല, പകരം ഞാൻ ഈ സെയിം തന്നെ ഗിയർ വയർ ഒന്ന് മടക്കിയിട്ട് നമ്മുടെ ലോക്ക് കൊണ്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ എനിക്കിടാൻ വേണ്ടിയിട്ട് കൂടുതലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അത് നമ്മൾ പുറത്ത് ചെയ്ത് കൊടുക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ അതിൻ്റെ കറക്റ്റ് ഫോമാറ്റിൽ തന്നെ ചെയ്യണേ. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നല്ല രീതി അത് ബാക്കിലല്ലേ, അതുകൊണ്ട് അറിയത്തുമില്ല. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ ഷേപ്പിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാലയുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇനി ഞാൻ ഇതിന് പെയറായിട്ടൊരു കമ്മലും കൂടെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കമ്മലിന് ഞാൻ സെയിം തന്നെ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കണ ആ ഒരു പീസിൽ നിന്ന് 2 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം വലുതായിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു, ബട്ട് എങ്കിലും ഒരു 50% ഉണങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ചെയ്തിട്ട് ബാക്കിൽ ഇനി ഒട്ടിക്കാനുള്ളതും കൂടെ ഒട്ടിച്ചിട്ട് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഇതിനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ കമ്മലിൻ്റെ ബാക്കിലിടുന്ന അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല, ആ സംഭവം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതും ഞാനിവിടെ സെയിം B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യണം. ഞാൻ ജ്വല്ലറി മേക്കിങ്ങിന് ഓൾമോസ്റ്റ് എല്ലാ ജ്വല്ലറീസും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു B7000 ഗ്ലൂ കണ്ടിട്ടാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു B2000 എടുത്തിട്ടുണ്ട്, ഞാൻ 6000 എടുത്തിട്ടുണ്ട്. ബട്ട് ഏറ്റവും ബെറ്റർ 7000 ആണ്. അപ്പം നമ്മുടെ കമ്മലും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ബാലൻസ് എൻ്റെ കയ്യിരുന്ന കുറച്ച് പീസും കൂടെ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ ചുമ്മാ ഒരു മാല സെറ്റ് ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം. അപ്പം
നിങ്ങൾക്ക് മാല എങ്ങനെയുണ്ട്, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാലയാണ്. ബട്ട് അതേപോലൊരു ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മാലയാണ് കേട്ടോ. ഇത് നമുക്ക് പല വെറൈറ്റിയിൽ ഉണ്ടാക്കാം. സിംഗിൾ പീസ് ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ 2-3 പീസ് എക്സ്ട്രാ ആക്കി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 3 പീസ് ആയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ മോഡൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ സമയപരിധി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിലേക്കാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് വേറെ മെസ്സേജ് വന്നിട്ടുള്ളത് മഞ്ചാടിക്ക് എങ്ങനെ ഹോൾ ഇടുന്നതെന്നുള്ള കമൻറ്റ് എനിക്ക് 2-3 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി ഞാനൊരു മഞ്ചാടിമാല ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഞാൻ എങ്ങനെയാണ് ഹോൾ ഇടുന്നതെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് വീണ്ടും എനിക്ക് മെസ്സേജ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ മഞ്ചാടിക്ക് ഏതൊക്കെ രീതിയിൽ ഹോൾ ഇടാം എന്നുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യാവുന്നതാട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും, അധികം ഞാൻ ലേറ്റ് ആക്കില്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഇൻവിസിബിൾ ചെയിൻ്റെ ഒരു മാല എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു ജ്വല്ലറി മേക്കിംഗ് സീരീസ് ആയിട്ട് കാണാം. ബൈ.